ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അതും എയർ ഫ്രയറിലാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ച് 2 ലെഗ് പീസാവുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസിൽ കുറച്ച് വരയിട്ട് കൊടുക്കാം. അരവ് നല്ല രീതിയിൽ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നത്. നമ്മളെ ചിക്കൻ ഇവിടെ വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർക്കാം. കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ എയർ ഫ്രയറിൽ ചിക്കൻ പൊരിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ഫ്രയറിൻ്റെ അകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ എയർ ഫ്രയറിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളെ എയർ ഫ്രയർ ഇപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചർ 200 കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടൈം 20 മിനിറ്റാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ എയർ ഫ്രയറിലത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എയർ ഫ്രയറിൽ ചിക്കൻ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല രീതിയിൽ തന്നെ മുകൾ ഭാഗം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചെറിയ രീതിയിൽ പരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും എയർ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം ആ സൈഡും കൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും ഇതേ ചിക്കൻ 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നു. ചിക്കനിലുള്ള ഓയിലും അതേപോലെ നെയ്യും ഉരുകി വന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് വേറെ തന്നെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം അവസാനം. എയർ ഫ്രയറിലാക്കിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ഫ്രയറിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ കുറച്ച് മസാലയൊക്കെ കുറച്ച് കട്ടകട്ടയായിട്ടുള്ള വീണിട്ടുണ്ട്. ഇതിൽ ചിക്കനിലുള്ള ഓയിലും അതേപോലെ നെയ്യും ഒക്കെ ഇതിൽ അടിയിലുള്ള ഈ ബാസ്ക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഈ വീഡിയോക്ക് കമൻ്റായിട്ട് നൽകണം. ഈ ചാനലിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.